നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 23, 2025 ബുധൻ. അങ്ങനെ ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ കൺസോളിഡേഷൻ ആയിരുന്നെങ്കിൽ കൂടിയിട്ടും IT-യിലും റിലയൻസ് ഇൻഡസ്ട്രിയിലും ഉണ്ടായ പ്രഷറിനെ തുടർന്ന് ചെറിയ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഫിനാൻഷ്യൽ സ്റ്റോക്കുകളിലും ഇറ്റേണലും റാലി ഉണ്ടായെങ്കിൽ കൂടിയിട്ടും ഇതുകൂടാതെ പല ഘടകങ്ങളും നമ്മുടെ മാർക്കറ്റിനെ ഇന്നലെ നഷ്ടത്തിലേക്ക് നയിക്കുകയുണ്ടായി. നേരിയ നഷ്ടമാണെങ്കിൽ കൂടിയിട്ടും തുടർച്ചയായി 5 ദിവസമായി ഇന്ത്യൻ രൂപയുടെ വിലയിലുണ്ടാകുന്ന ഇടിവും അതുപോലെ തന്നെ ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ക്യാഷ് മാർക്കറ്റിൽ 3548.92 കോടി രൂപയ്ക്ക് നമ്മുടെ മാർക്കറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. സമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 5239.77 കോടി രൂപയ്ക്ക് ബൈ നടത്തിയെങ്കിൽ കൂടിയും ഈ കാരണങ്ങളൊക്കെ കൂടിയിട്ടാണ് ഇന്നലെ നമ്മുടെ മാർക്കറ്റിനെ പുറകോട്ട് നയിക്കുകയുണ്ടായത്. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിലവിൽ അനുഭവപ്പെടുന്ന ട്രെൻഡ് പ്രോഫിറ്റ് ബുക്കിംഗ് ഹയർ ലെവൽസിൽ ദൃശ്യമാകുന്നു. സ്വാഭാവികമായിട്ടും ഹയർ ലെവൽസിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അത് നമ്മുടെ മാർക്കറ്റിനെ മുന്നോട്ടുള്ള ഗതിയെ തടസ്സപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം നിഫ്റ്റി 25,250 എന്ന ലെവല് ക്രോസ് ചെയ്ത് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കാത്തടത്തോളം കൺസോളിഡേഷനോട് കൂടിയ ട്രേഡിംഗ് ആയിരിക്കാം ദൃശ്യമായേക്കാം എന്നതാണ് അവരുടെ അഭിപ്രായം. താഴേക്ക് 25,000 എന്ന റേഞ്ച് സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ടും 24,900 എന്ന ലെവൽ ക്രൂഷ്യൽ സപ്പോർട്ടായിട്ടും നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം മാറിയേക്കാമെന്നും അവരുടെ അഭിപ്രായം. ഇനി നിഫ്റ്റി 25,250 എന്ന ലെവലിന് മുകളിലേക്ക് അതിശക്തമായി മുന്നേറിയാൽ 25,350 എന്ന ലെവലിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തേക്കാം. ഈ ലെവൽ അതിശക്തമായി മുന്നേറുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 25,550 എന്ന ലെവലിലേക്കുള്ള പ്രയാണം സുഗമമായേക്കാം എന്നും പറയപ്പെടുന്നു. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ അനലിസ്റ്റുകളുടെ അഭിപ്രായമാണ്. ഈ കാര്യങ്ങളൊക്കെ കോൺക്രീറ്റ് അല്ല, മാർക്കറ്റാണ്. കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിൽ മാറി മറിയാം എന്നുള്ള കാര്യം കൂടി മനസ്സിൽ വയ്ക്കുക. ഇൻഫോസിസ്, ഡോക്ടർ റെഡ്ഡീസ് ലാബോറട്ടറീസ്, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ്, കോഫോജ്, ആദിത്യ ബിർള റിയൽ എസ്റ്റേറ്റ്, ബജാജ് ഹൗസിംഗ് ഫൈനാൻസ്, ബിക്കാജി ഫുഡ്സ് ഇന്റർനാഷണൽ, CMS Infosystems, DAM Capital Advisors, Force Motors, Mahindra Holidays and Resorts India, Persistent Systems, SRF, Thyrocare Technologies, ടാറ്റ ടെലിസർവീസസ് തുടങ്ങിയ പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ ഇന്ന് അവയുടെ Q1 റിസൾട്ടുകൾ പ്രഖ്യാപിക്കും. ഇന്നലെ ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ഇൻഫോസിസ് ഒഴികെ മറ്റെല്ലാ ADR സ്റ്റോക്സും നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായി. ഇന്നലെ ഫെഡ് ചെയർമാൻ ജെറോം പവലിന്റെ പ്രസംഗം ഉണ്ടായിരുന്നു. ഈ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി, അതായത് 2026 മെയ് 15 വരെ അദ്ദേഹത്തിന്റെ ടേം നിലനിൽക്കുന്നു, 8 മാസവും കൂടി. ഈ ടേം തീരാതെ അദ്ദേഹം ഫെഡ് ചെയർമാന്റെ പൊസിഷനിൽ നിന്നും രാജിവെക്കില്ലെന്നും 8 മാസവും കൂടി അദ്ദേഹം തൽസ്ഥാനത്ത് തുടരുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതേസമയം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്നും ലഭ്യമാകുന്ന സൂചനകൾ പ്രകാരം കറന്റ് റേറ്റ് അൺചേഞ്ച്ഡ് ആയിട്ട് തന്നെ നിലനിർത്തുമെന്നും ഉള്ള സൂചനകൾ നൽകുന്നുണ്ട്. നിലവിലെ റേറ്റ് 4.25% മുതൽ 4.5%. ഇന്നലെ പ്രസിഡന്റ് ട്രംപ് ഫിലിപ്പീൻസിന് എതിരെയുള്ള ട്രേഡ് ഡീൽ പ്രഖ്യാപിക്കുകയുണ്ടായി. 20% ട്രേഡ് താരിഫിന്റെ കത്താണ് കൈമാറിയതെങ്കിലും നടന്ന നെഗോസിയേഷന്റെ ഭാഗമായിട്ട് 1% ചുരുക്കി 19%ത്തിലേക്ക് താരിഫ് നിലനിർത്തിയിട്ടുണ്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ഗ്ലോബൽ ഇവന്റ്സ് മാത്രമേ ഉള്ളൂ. വൈകുന്നേരം 7:30 നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം യുഎസിൽ നിന്നും ഹോം സെയിൽസ് ഡാറ്റ ജൂണിലെ റിലീസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US മാർക്കറ്റിലും ഡയറക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രഗിൾ മാർക്കറ്റിൽ ദൃശ്യമായി. തൽഫലമായി തന്നെ ഇന്നലെ S&P 500 ഫ്ലാറ്റ് ആയിട്ടും നാസ്ഡാക്ക് നേരിയ നഷ്ടത്തിലും വ്യാപാരം അവസാനിപ്പിച്ചു. നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ 91 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം തുടരുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് നേരിയ നേട്ടത്തോടു കൂടിയിട്ടും ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾ നഷ്ടത്തിലും വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിലവിലെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് എക്സ്പെക്ട് ചെയ്യുവാൻ സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 2% നേട്ടത്തോടു കൂടിയിട്ടും കൊറിയൻ മാർക്കറ്റ് നിലവിൽ നേരിയ നേട്ടത്തിലുമാണ് വ്യാപാരം തുടരുന്നത്. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ നേരിയ ഉയർച്ച അനുഭവപ്പെടുന്നുണ്ട്. ഗോൾഡിലും നേരിയ ഉയർച്ചയാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 0.7 ആയിട്ട് മാറിയിട്ടുണ്ട്. മാക്സ് പെയിൻ
25,100 എന്ന നിലയിലും. നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ ബെയറിഷ് കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ് ദൃശ്യമാകുന്നത്. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 25,100 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ദൃശ്യമാകുന്നതെങ്കിലും 25,200 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് കാണുന്നത്. 25,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നതെങ്കിലും 24,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് ദൃശ്യമാകുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.74ലേക്ക് മാറിയിട്ടുണ്ട്. മാക്സ് പെയിൻ 56,800 എന്ന നിലയിലും. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 57,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ദൃശ്യമാകുന്നത്. തത്സമയം അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും കാണുവാൻ സാധിക്കുക. 56,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് 57,100 എന്ന സ്ട്രൈക്കിലും ദൃശ്യമാകുന്നു. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് പ്രവേശിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. അഫ്കോൺസ് ഇൻഫ്ര 6,800 കോടി രൂപയുടെ പുതിയ പ്രൊജക്ട് ക്രൊയേഷ്യയിൽ നിന്നും ലഭിച്ചു എന്നുള്ള വാർത്തകൾ. 197 കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് അഥവാ പേടിഎം Q1 കഴിഞ്ഞ പ്രാവശ്യം 839 കോടി രൂപ നഷ്ടത്തിൽ നിന്നും ഈ പ്രാവശ്യം 123 കോടി രൂപ ലാഭം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഡിക്സൺ ടെക്നോളജീസ് നെറ്റ് പ്രോഫിറ്റ് 68% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 225 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. തത്സമയം റവന്യൂവിൽ 95% ഉയർച്ചയും രേഖപ്പെടുത്തി. യുണൈറ്റഡ് ബ്രൂവറീസ് പ്രോഫിറ്റ് 6% ഉയർന്നുകൊണ്ട് 173.6 കോടി രൂപയിൽ നിന്നും 183.9 കോടി രൂപയായി ഉയർന്നു. ഇന്ത്യൻ റെയിൽവേ ഫൈനാൻസ് കോർപ്പറേഷൻ പ്രോഫിറ്റ് 10.7% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 1,745.7 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. തത്സമയം റവന്യൂവിലും 2.2% ഉയർച്ച രേഖപ്പെടുത്തി. ദാൽമിയ ഭാരത് പ്രോഫിറ്റ് 178.7% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 393 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. തത്സമയം റവന്യൂ 0.4% ഉയർച്ച മാത്രമേ രേഖപ്പെടുത്തിയുള്ളൂ. ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ പ്രോഫിറ്റിൽ 84.9% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 60.2 കോടി രൂപ രേഖപ്പെടുത്തുകയുണ്ടായി. തൽഫലമായി 397.7 കോടി രൂപയിൽ നിന്നും 60.2 കോടി രൂപയിലേക്കായി ചുരുങ്ങി. റവന്യൂവിലും 3.2% ഇടിവ് നേരിട്ടു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും 1.6% ഇടിവ് നേരിടുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.